കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ജംഗ്ഷനിൽ പോയിട്ട് നമ്മൾ വിശദീകരിച്ച് പറയും. അവരെ നമുക്ക് മാറില്ലേ, അത് കാണാൻ വയ്യ. സമയം 1:06 അല്ല, ഇന്ന് ഉത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. നമ്മളൊക്കെ അടിച്ച് പൊളിച്ച് ഇടിയണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇടിവണ്ടിയൊക്കെ അടിച്ച് പോക്കിടില്ല. അപ്പോൾ ആ ഉത്സവം അടിച്ച് പൊളിക്കാൻ വേണ്ടി നമ്മൾ ചെന്ന് +1 +2 തമ്മിലുള്ള അടി. ഞാൻ വിചാരിച്ചു സ്കൂളിലെ പരിപാടിക്കാണ് സ്കൂളിലെ പരിപാടിക്ക് വന്ന് അവന്മാർ +1 +2 തമ്മിലുള്ള അടി. അത് പോട്ടെ, അതിന് മുക്കിനടി. അത് കാര്യമില്ല. അത് വലിയ ആൾക്കാരല്ല, കുറെ കൊച്ചു പയ്യന്മാർ. ഒരുത്ത കത്തിയായിട്ട് കുത്താൻ വേണ്ടി വിടറാന്നൊക്കെ. വയസ്സുള്ളൂ കത്തി കൊണ്ടിരിക്കുന്നു. ഞാൻ കുത്തും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയ മാസാണെന്ന് പറഞ്ഞാണ് ജീവിക്കണത്. പക്ഷെ ജീവിതമൊക്കെ നമ്മൾക്ക് എല്ലാരും പറയും തന്തായി വേണം. ഇതൊക്കെ അറിയണവർക്ക് മനസ്സിലാവും എന്താണെന്ന് നമ്മൾ പറയണത്. ജീവിതം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം കേസൊക്കെ വന്ന് പെട്ടാണ്ടല്ലേ ഇവന്മാർ നമ്മുടെ അടുത്ത് തകർക്കും. ജീവൻ തീർന്നു തീരും. അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്ന് കണ്ട് പണ്ട് ഭയങ്കര അടിയും എല്ലായിരുന്നേ. പക്ഷെ ഇന്നൊരു അങ്ങനെ പേരിൽ അടി വന്നപ്പം അങ്ങേരെ ഒഴിഞ്ഞു മാറി കണ്ടത്. കാരണം അങ്ങേർക്ക് ഒരു കുടുംബമുണ്ട്, ഒരു കൊച്ചുണ്ട്, ഒരു ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറണ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. പണ്ട് എങ്ങനെ നടന്ന ആളാണ് നമ്മുടെ ഇതൊരു മാറ്റം. അങ്ങനെ എത്ര പേര് പണ്ടൊക്കെ നമ്മൾ കുത്തുമ്പോഴോ എന്തുമാത്രം ഇടിയെടുക്കുന്ന ടീമുകൾ ഒതുങ്ങിപ്പോയി. ജീവിതം ഉണ്ടാകാനായിട്ട് നല്ലൊരു ലൈഫായിട്ട് സന്തോഷിച്ച് നിന്ന എല്ലാവരുമായിട്ടും പൈമായിട്ടൊക്കെ കളിച്ച് ചിരിച്ച് ഡാൻസൊക്കെ കളിച്ച് എല്ലാം എൻജോയ് ചെയ്ത് വരിക എന്നത് നല്ലതാണ്. ഇത് കാണണമെങ്കിൽ നമ്മളെ ഇന്നത്തെ സ്റ്റോറി ഉണ്ടാകും. നമ്മൾ രണ്ടുപേരും എങ്ങനെയാണ് സിനിമയില് പറയും, എടാ മറ്റേ വെള്ളമൊക്കെ അടിക്കാത്ത ആര് സാറേ, ഏണി പിടിക്കാത്ത ഏത്, അതൊക്കെ സിനിമയെ പറയും. പക്ഷെ അത് മൂഞ്ചത്തുണ്ട്. ഇത് നമുക്ക് ഇത്ര പറയാനുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്റെ കൈ കരയ്ക്കുന്നു. ഞാൻ കേട്ടാക്കിയാണ്. നാണം വന്നു, ഒരാൾ പോയപ്പോൾ നാണം വന്നു.